ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺട്രോളിൽ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഹസാർഡ് ലാമ്പ്, ഡോർ തുറന്നിരിക്കുന്നു, ടയർ മർദ്ദം കുറവാണ്, ഹാൻഡ് ബ്രേക്ക്. ആൻസർ വരുന്നത് ഡോർ തുറന്നിരിക്കുന്നു. അടുത്ത ചിഹ്നത്തിൻ്റെ ആൻസർ നോക്കാം. റോഡ് സൈൻ, വഴുക്കലുള്ള റോഡ്, ട്രാക്ഷൻ കൺട്രോൾ ഓൺ, ട്രാക്ഷൻ കൺട്രോൾ തകരാർ. ആൻസർ വരുന്നത് ട്രാക്ഷൻ കൺട്രോൾ തകരാർ. പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നില്ല, സ്റ്റിയറിംഗ് ലോക്ക്, ഹാൻഡ് ബ്രേക്ക്, ടയർ മർദ്ദം കുറവാണ്. ആൻസർ വരുന്നത് പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നില്ല. ഇന്ധനം കുറവാണ്, ഇന്ധനം ചോരുന്നുണ്ട്, പെട്രോൾ പമ്പ്, ചാർജിംഗ് പോയിന്റ്. ആൻസർ വരുന്നത് ഇന്ധനം കുറവാണ്. ഡിക്കി ലോക്ക് പ്രവർത്തിക്കുന്നില്ല, ഡിക്കി തുറന്നിരിക്കുന്നു, ടയർ മർദ്ദം കുറവാണ്, ഡോർ തുറന്നിരിക്കുന്നു. ആൻസർ ഡിക്കി തുറന്നിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ഓണാണ്, ഹെഡ്ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല, ഫോഗ് ലാമ്പ് പ്രവർത്തിക്കുന്നില്ല, ഫോഗ് ലാമ്പ് ഓണാണ്. ഇവിടെ വരുന്ന ആൻസർ ഫോഗ് ലാമ്പ് ഓണാണ്. ബാറ്ററി ചാർജ് ആകുന്നില്ല, ബാറ്ററി നല്ലതാണ്, ബാറ്ററി ചാർജ് ആകുന്നു, പെട്രോൾ പമ്പ്. ആൻസർ വരുന്നത് ബാറ്ററി ചാർജ് ആകുന്നില്ല. ഹെഡ്ലൈറ്റ് ഓണാണ്, ഹെഡ്ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല, ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓണാണ്, ഫോഗ് ലാമ്പ് ഓണാണ്. ആൻസർ വരുന്നത് ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓണാണ്. കൂളൻ്റ് മർദ്ദം കുറവാണ്, എൻജിൻ ഓയിൽ മർദ്ദം കൂടുതലാണ്, എൻജിൻ ഓയിൽ മർദ്ദം കുറവാണ്, കൂളൻ്റ് മർദ്ദം കൂടുതലാണ്. ആൻസർ വരുന്നത് കൂളൻ്റ് മർദ്ദം കൂടുതലാണ്. അടുത്ത ചിഹ്നം നോക്കാം. വൈപ്പർ പ്രവർത്തിക്കുന്നില്ല, വൈപ്പർ ഓണാണ്, വൈപ്പർ വാഷറിൽ വെള്ളമില്ല, വൈപ്പർ വാഷർ ഓണാണ്. ആൻസർ വരുന്നത് വൈപ്പർ വാഷറിൽ വെള്ളമില്ല. എൻജിൻ ഓയിൽ മർദ്ദം കുറവാണ്, എൻജിൻ ഓയിൽ മർദ്ദം കൂടുതലാണ്, എൻജിൻ താപനില ഉയർന്നതാണ്, എൻജിൻ താപനില കുറവാണ്. ആൻസർ വരുന്നത് എൻജിൻ താപനില ഉയർന്നതാണ്. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, സീറ്റ് ബെൽറ്റ് കേടാണ്, വാഹനത്തിൽ കുട്ടികളുണ്ട്, റോഡ് സൈൻ. ഇവിടെ വരുന്ന ആൻസർ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. എൻജിൻ സ്റ്റാർട്ടാകുന്നില്ല, എൻജിൻ ഫാൻ തകരാറിലാണ്, എൻജിൻ ചാർജിംഗ് തകരാറാണ്, ട്രാക്ഷൻ കൺട്രോൾ തകരാർ. ആൻസർ എൻജിൻ സ്റ്റാർട്ടാകുന്നില്ല. വാഹനത്തിന് ABS ഉണ്ട്, ABS പ്രവർത്തിക്കുന്നില്ല, ABS പ്രവർത്തിക്കുന്നു, ഹാൻഡ് ബ്രേക്ക്. ആൻസർ വരുന്നത് ABS പ്രവർത്തിക്കുന്നില്ല. വാഹനത്തിന് എയർ ബാഗ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, എയർ ബാഗ് പ്രവർത്തിക്കുന്നില്ല, വാഹനത്തിൽ കുട്ടികളുണ്ട്. ആൻസർ വരുന്നത് എയർ ബാഗ് പ്രവർത്തിക്കുന്നില്ല. അടുത്തതൊരു ചോദ്യമാണ് വരുന്നത്. റോഡിൻ്റെ മധ്യഭാഗത്തുള്ള തുടർച്ചയായ മഞ്ഞ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ജാഗ്രതയോടെ മറികടക്കുക, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, ജാഗ്രതയോടെ നിർത്തുക, പാർക്കിംഗ് സോൺ അല്ല. ആൻസർ വരുന്നത് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ നിങ്ങളുടെ വശത്ത് ഒരു തടസ്സം നേരിടുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകാതെ എതിർപാത ഉപയോഗിക്കുക. വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക. എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ആൻസർ എതിരെ വരുന്ന വാഹനത്തിന് മുൻഗണന നൽകി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക. റോഡിൻ്റെ സൈഡിൽ തുടർച്ചയായ വെള്ളവര വരച്ചിരിക്കുന്നത് പാർക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, ഓവർടേക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, കാരിയേജ് വേയുടെ അറ്റം എന്നാണ് അർത്ഥമാക്കുന്നത്, നിർത്തുവാൻ പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ആൻസർ കാരിയേജ് വേയുടെ അറ്റം എന്നാണ് അർത്ഥമാക്കുന്നത്. അറ്റകുറ്റപ്പണി നടക്കുന്ന ഒരു റോഡിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ നിയന്ത്രിത വേഗപരിധി പാലിക്കുന്നത് എപ്പോൾ? പകൽ സമയത്ത് മാത്രം, രാത്രി സമയത്ത് മാത്രം, ജോലി നടക്കുന്ന സമയത്ത് മാത്രം, എല്ലാ സമയങ്ങളിലും? ആൻസർ എല്ലാ സമയങ്ങളിലും. നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നു എന്ന സൈൻ ബോർഡ് ഒരു മോട്ടോർ സൈക്കിൾ റൈഡർ കാണുമ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് എത്ര വേഗതയിൽ വാഹനം ഓടിക്കാം? മണിക്കൂറിൽ 60 കിലോമീറ്ററിന് മുകളിൽ, വാഹനത്തിൻ്റെ പരമാവധി വേഗതയിൽ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേഗതയിൽ, നിർദ്ദിഷ്ട റോഡിൻ്റെ അനുവദനീയ വേഗപരിധി അനുസരിച്ച്. ആൻസർ
നിർദ്ദിഷ്ട റോഡിന്റെ അനുവദനീയ വേഗപരിധി അനുസരിച്ച്.